ഞാൻ ഏലം ഒന്ന് പരിചയപ്പെടുത്താം. ഏലം ചെടി, ഏലക്കായ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് ചെടി. ഇനി ഇതിൻ്റെ താഴെയാണ് കായകളുണ്ടാവുക. അതായത് ഇപ്പം കായെല്ലാം എടുത്ത് തീർന്ന് നിൽക്കുന്ന സമയമാണ്. വളരെ അപൂർവമായിട്ട് ചില ചെടികളിൽ മാത്രമേ ഇങ്ങനെ കായൊക്കെ ഉള്ളൂ, അതും കുറവാണ്. ഇത് ഏലത്തിൻ്റെ ഇതിന് തട്ടയെന്ന് പറയും. ഇതൊക്കെ പഴയ തട്ടകളാണ്. ഇതെല്ലാം ഉണങ്ങിയപ്പം നിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാം വിളവ് കഴിഞ്ഞതാണ്. ഇതിൻ്റെ ചുവട്ടിലാണ് ഇങ്ങനെ പുതിയ ചിമ്പുണ്ടാകുന്നത്, പുതിയ ചെടി. ഇത് ഇവിടെയാണെങ്കിൽ അങ്ങനെയുണ്ട്. ഇത് പുതിയ ചരമെന്ന് പറയും ഇതിന്. ഇതിങ്ങനെ നീണ്ടു വന്നിട്ട് അങ്ങനെ വന്ന് ഒരെണ്ണമാണിത്. അങ്ങനെ നീണ്ടു വന്നിട്ട് അതേലാണ് ഇങ്ങനെ കായ്കളുണ്ടാകുന്നത്. ഇങ്ങനെ ഓരോരോ കുത്തുകൾ എന്ന് പറയും ഇതിന്. അതേല കായ ഉണ്ടാവുക. ഇനി കായ് ഇങ്ങനെ ഉണ്ടാകുന്നതിന് എടുക്കുന്നതിനനുസരിച്ച് ഈ കുത്തുകൾ നീണ്ടു വരും. ഒരു 6-7 കായൊക്കെ ഒരു കൊത്തേന്ന് എടുക്കാം. ഇതുണ്ട്, ഇതെല്ലാം അങ്ങനെ എടുത്തിട്ട് നിർത്തിയേക്കുന്നതാണ്. 2, 4, 6, 8, 10, 12 കായ ഉണ്ടായി അതേന്ന് എടുത്തതാണ്. അത് ഒരു സമയത്ത് 1 അല്ലെങ്കിൽ 2 കായ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതും മൂത്ത് വരികയാണ്. പിന്നെ ഇതിന് മാസത്തിലൊന്ന് വെച്ച് മരുന്നടിക്കണം. പുഴുക്കേടെല്ലാം കൂടുതലാണ്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഈ ചെടി നമ്മൾ മാറുന്നില്ല. ഈ ചെടി ഒരു വർഷത്തെ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും ചെടി അപ്പടി തട്ടയെല്ലാം ഉണങ്ങി ഇത് പോകും. ഇതെല്ലാം പോകേണ്ട തട്ടകളാണ്. എന്നാൽ ഇത് പുതിയ തട്ടയായി പച്ച കളറിൽ നിൽക്കുന്നത്. ഇതിലാണ് ഇനി പുതിയ ചരം ഉണ്ടാകുന്നത്. ഇതുണ്ട്, ഇവിടെ ഉണ്ടാകുന്നുണ്ട് പുതിയ ചരം. ആ ഇതുപോലെ വരും. എന്നിട്ട് അതിലാണ് കായ്കളുണ്ടാകുന്നത്. ആ ചരമൊക്കെ അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഏലം ഏലക്കായും ഉണ്ടാകുന്നത്.